മോളായിരുന്നു. ഹായ് ആൻറ്റി, വാ അകത്തേക്ക് വാ. അപ്പൂസേ, സ്കൂളിൽ പോയി നിൽക്കുവാണോ? ഇന്ന് ചോക്ലേറ്റ്സ്. എനിക്ക് വേണ്ട. അതെന്താ? അത് ചോക്ലേറ്റ്സ് കൂടുതൽ കഴിച്ചാലേ പല്ല് ചീത്തയാവുമെന്ന് പപ്പയും അമ്മമ്മയും പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ്സ് കഴിക്കത്തില്ല. ആണോ? അപ്പം നല്ല കുട്ടിയായല്ലോ. ഹാ, നല്ല കുട്ടിയാ ഞാൻ. ആൻറ്റി, വരുൺ എന്തേ? അവൻ റൂമിലുണ്ട് മോളെ. ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുക. എങ്കിൽ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാവേ. അതെന്തിനാ? പപ്പ ഇങ്ങോട്ടല്ലേ വരുന്നേ? അപ്പൊ ആന്റിക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാ പോരെ പപ്പയെടുത്ത്? അതോ, ആൻറ്റിക്ക് പപ്പയെടുത്ത് ഒരു രഹസ്യം പറയാനുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേൾക്കത്തില്ലേ? ഡാ കള്ള, നീ എന്ന് മുതലാടാ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നിർത്തിയത്? അത് എനിക്ക് ആന്റി ഇഷ്ടമല്ല മുമ്മേ. അവരുടെ ഒരു ചോക്ലേറ്റ്സ് എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ പപ്പ മേടിച്ചു തരുന്ന ചോക്ലേറ്റ്സ് മാത്രം മതി. അവൻ്റെതല്ലേ, ഇങ്ങനെ വരും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും വാ, ഈ പാലെടുത്ത് കുടിക്കാൻ നോക്ക് നീ. പപ്പ വരുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്ക്. ഗുഡ് മോർണിംഗ്. ഓ, നീയായിരുന്നു. ഒരാളുടെ റൂമിലേക്ക് കയറി വരുമ്പം ഇങ്ങനെയാണോ വരണ്ടേ? അതിന് ഞാൻ വേറെ ആരുടെയും റൂമിലല്ലല്ലോ, നിന്റെ റൂമിലേക്കല്ലേ വന്നേ. അതുകൊണ്ട് തന്നെ ചോദിച്ചതും. നീ എന്താ രാവിലെ തന്നെ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അല്ല, നിന്നെ കാണാൻ വരുന്നതിന് എനിക്ക് നേരവും കാലം നോക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഉണ്ട്. നീ എപ്പോഴും ഇങ്ങനെ തോന്നുന്ന പോലെ കയറി ഇറങ്ങിയിട്ട് അവസാനം നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. ഓ, ഇപ്പം പറഞ്ഞാലെന്താ? എന്നായാലും നിത്യ, വെറുതെ ആവശ്യമില്ലാത്തത് പറയരുതെന്ന് നിന്റെ അടുത്ത് മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ എന്താവശ്യമില്ലാത്തയാ പറഞ്ഞേ? നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു പറഞ്ഞേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഒന്നുമില്ലെങ്കിൽ ഒരു കാലത്ത് ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവരല്ലേടാ നമ്മൾ. മതി നിത്യ, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാ. നീ വീണ്ടും വീണ്ടും നമ്മുടെ 5 വർഷത്തെ പ്രണയം നിനക്ക് ഇത്ര പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞോ? ഓ, വർഷക്കണക്കൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അങ്കി, നീ മറന്നുപോയ ചില കാര്യങ്ങൾ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. ലച്ചുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് കൈ നീട്ടി വാങ്ങിയിട്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ നീ? പിന്നെ നീ ഇപ്പൊ ഏത് കണക്കിന്റെ കാര്യം പറഞ്ഞിട്ടാ വന്നേക്കുന്നേ? പ്രണയം മാങ്ങാത്തൊലി എന്ന് ഞാൻ ലച്ചുവിൻ്റെ കഴുത്തി താലി ചാർത്തിയോ അന്ന് മുതൽ അവള് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അതിനി അവള് ജീവിച്ചിരുന്നാലും മരിച്ചാലും ആ സ്ഥാനം ഇനി ഒരിക്കലും നിനക്ക് തരാൻ പോകുന്നില്ല ഞാൻ. അത് മോഹിച്ച് നീ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് നീ എന്താ എൻ്റെ സാഹചര്യം മനസ്സിലാക്കാഞ്ഞേ? അച്ഛനാ എല്ലാം, അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവുള്ളതുകൊണ്ടല്ല. അച്ഛനാണല്ലേ? നീ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞില്ലേ, 5 വർഷത്തെ. ഈ 5 വർഷത്തിനിടയ്ക്ക് നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേലും ഞാൻ നിന്നെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ നോക്കരുത്. പിന്നെ നീ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വെറും ഒരു എംപ്ലോയി മാത്രമാണ്. അതുകൊണ്ട് ആ രീതിയിൽ നിന്ന് നിനക്കും കൊള്ളാം. അല്ലാണ്ട് ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇടപെടാനോ വരേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒന്നും അല്ലാതിരുന്ന സാഹചര്യത്തിൽ കുറച്ച് കാശിന് വേണ്ടിയിട്ട് നീ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയില്ലേ? ഒരു കണക്കിന് അത് നന്നായി. എന്താന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ലച്ചുവിനെ കിട്ടിയത്. അല്ലെങ്കിലും ഒരിക്കലും വർഷക്കണക്കുകൾക്കല്ല പ്രാധാന്യം. കുറച്ച് നാളെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളെങ്കിലും അവളെനിക്ക് ആവശ്യത്തിലധികം സ്നേഹവും പൊന്നുപോലെ ഒരു മോനെ തന്നിട്ടാ പോയത്. അത് മതി എനിക്കിനി അങ്ങോട്ട് ജീവിക്കാൻ. അല്ലാതെ നിന്നെ പോലെ. അമ്മ, അപ്പൂസ് റെഡിയായോ? ഓ, അവൻ എപ്പോഴേ റെഡിയായി. അല്ല അപ്പൂസേ? പിന്നല്ലാണ്ട് പപ്പ ഇതുവരെ എന്തെടുക്കുമായിരുന്നു? അപ്പൂസ് എത്ര നേരമായെന്നറിയാവോ പപ്പയ്ക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നേ? ഇനി ലേറ്റ് ആയാലേ മിസ് എന്നെ ക്ലാസ്സിൽ കേട്ടത്തില്ല പപ്പ. ഓ, എൻ്റെ അപ്പൂസ് ലേറ്റ് ആയോ? സോറി. ബാ, നമുക്ക് പോവാം. അല്ല, മോൾ എങ്ങനെയാ വന്നേ? ഇനിയിപ്പം നേരെ ഓഫീസിലോട്ടല്ലേ? ആ ആൻറ്റി,
ഇനി ഓഫീസിലേക്കാ. പിന്നെ എന്നെ ഒരു ഫ്രണ്ട് കൊണ്ടാക്കിയതാ. ഇനിയിപ്പം തിരിച്ചു പോകാൻ വല്ല ടാക്സി നോക്കണം. വരുണേ, എന്തായാലും നീ അപ്പൂസിനെ സ്കൂളിലാക്കിയിട്ട് നേരെ ഓഫീസിലേക്കല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് പോവാലോ. അത് അപ്പൂസിയെ സ്കൂളിലാക്കിയിട്ട് എനിക്ക് പിന്നെ വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഓഫീസിൽ ഇത്തിരി ലേറ്റായി പോകത്തുള്ളൂ. അവളെന്തായാലും ഇങ്ങോട്ട് ഫ്രണ്ടിൻ്റെ കൂടെ അല്ലേ വന്നേ. ആ ഫ്രണ്ടിനെ തന്നെ വിളിച്ച് പറയാൻ പറ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഞങ്ങൾ ഇറങ്ങും എന്തായാലും. അമ്മമ്മ ടാറ്റ, പോയിട്ട് വരാവേ. അപ്പൂസേ, അപ്പൂസേ, എന്താണ് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നേ? അത് ഒന്നുമില്ല പപ്പ. പറയടാ, എന്താ കാര്യം? അത് ആ ആന്റി എന്തിനാ പപ്പ എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്നേ? അതായിരുന്നു. അത് പപ്പയുടെ ഓഫീസിലെ സ്റ്റാഫല്ലേ. അപ്പം എന്തേലും ഫയൽ എന്തേലും കാണിക്കാൻ വരുന്നതാ. അത് മാത്രമല്ല, അത് നിന്റെ അപ്പൂപ്പൻ്റെ അനിയത്തിയുടെ മോളല്ലേ. അപ്പം എപ്പം വേണേലും വീട്ടിൽ വന്നുകൂടെടാ. എന്താടാ? അത് എനിക്ക് ആന്റി ഇഷ്ടമല്ല പപ്പ. അതെന്താ? അത് എന്താടാ? അത് ഒരു ദിവസം ആ ആന്റി പറയാ എൻ്റെ മമ്മ ഇനി എന്നെ കാണാൻ വരത്തില്ലാന്ന്. പിന്നെ ഇനി മുതൽ ആ ആന്റിയാ എൻ്റെ മമ്മീന്ന്. അതാ പപ്പ എനിക്ക് ഇഷ്ടമല്ല ആന്റിയെ. നമ്മുടെ വീട്ടിൽ വരണ്ടാന്ന് പറ. അപ്പൂസേ, മോനെ, അവള് നിന്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോ? എന്നിട്ട് നീ എന്താടാ എൻ്റെ അടുത്തൊന്നും പറയാഞ്ഞേ? അത് അത് മമ്മ ഇനി കാണാൻ വരത്തില്ലെന്ന് പറഞ്ഞ പപ്പയ്ക്കും വിഷമാവത്തില്ലേ? അതാ ഞാൻ പറയാഞ്ഞേ. പപ്പ വിഷമിക്കണ്ട കേട്ടോ. അമ്മമ്മ പറഞ്ഞല്ലോ ആ ആന്റി ചുമ്മാ പറഞ്ഞേ മമ്മ കാണാൻ വരുമെന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. നിത്യ, ഈ ഫയൽസിൽ എവിടെയെല്ലാമാണ് കറപ്ഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം വൈകിട്ട് 5 മണിക്ക് മുന്നേ എൻ്റെ ടേബിളിൽ എത്തിച്ചിരിക്കണം. ഓക്കെ? അത് വരുൺ. സോറി സാർ, 5 മണിക്ക് മുമ്പ് ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഇത് ഒരുപാട് ഫയൽസ് ഉണ്ട്. ഓരോന്നും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ടൈം ഒരുപാടാവും. അത് മാത്രമല്ല, മുന്നേ തന്ന വർക്ക് കൂടി കുറച്ച് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പം പെൻഡിങ്ങോ? നിത്യ, നിനക്ക് തന്ന വർക്ക്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? ആവശ്യത്തിലധികം സമയമുണ്ടല്ലോ നിനക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കാനും. പിന്നെന്താ ഈ ആത്മാർത്ഥതയൊന്നും ചെയ്യുന്ന ജോലിയോട് കാണിക്കാത്തത്? 5 മണിന്നൊരു ടൈം ഉണ്ടെങ്കിൽ അതിന് മുന്നേ ഈ തന്ന ഫയൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എൻ്റെ ടേബിളിൽ എത്തിച്ചിരിക്കണം. മനസ്സിലായോ പറഞ്ഞേ? സർ, യു ഗോ നൗ. എന്താടാ നിത്യം നിനക്ക് അറിഞ്ഞോണ്ട് പോയേ? അതൊന്നുമില്ല, ചെയ്യാൻ കൊടുത്ത ജോലി നേരത്തും കാലത്തും ചെയ്യാത്ത കാരണം 2 ഡോസ് കൊടുത്തു, അത്രേ ഉള്ളൂ. എന്തോ പറ്റി? മോൻ്റെ മൂടിനത്ര ശരിയല്ലല്ലോ. ഒന്നുമില്ലടാ, ഓരോന്ന്. സാറിൻ്റെ വായിന്ന് നല്ല കേട്ടില്ലേ? നിനക്കിത്തിരി ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. പണ്ടെപ്പോഴോ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് നീ ഇപ്പോഴും എന്തിനാ സാറിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഒന്നുമില്ല, നീ തന്നെയല്ലേ അങ്ങേരെ തേച്ചിട്ട് പോയത്. മാത്യു, മതി, നീ നിർത്ത്. നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഞാൻ ആരെയും തേച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് കുറച്ച് കാശ് കിട്ടിയപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തു, ശരിയാ എന്നും പറഞ്ഞ് ഇപ്പോൾ ലക്ഷ്മി ജീവിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ അവന്? അതാ നീയും സാറും തമ്മിലുള്ള വ്യത്യാസം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം കുറച്ച് ക്യാഷിന് വേണ്ടിയിട്ട് ജീവന തുല്യം സ്നേഹിച്ചവനെ വലിച്ചെറിഞ്ഞവളല്ലേ നീ. പറഞ്ഞിട്ടും കാര്യമില്ല. അതെ, ഈ വരുൺ സാറിൻ്റെ ക്യാബിൻ താനാരാ? ഞാൻ ആരേലും ആയിക്കോട്ടെ പെങ്ങളെ, നിങ്ങൾ വരുൺ സാറിൻ്റെ ക്യാബിൻ എവിടാന്ന് പറ. പെങ്ങളോ? ഏത് വകയിലാടോ ഞാൻ തന്നെ പെങ്ങളായത്? നിത്യ, നീ വെറുതെ അവിടെ ഉള്ള ദേഷ്യം ഇവിടെ തീർക്കണ്ട. അത് ഞാൻ പറഞ്ഞുതരാം, വാ. ഓക്കെ, വരട്ടെ പെങ്ങളെ. ഏതാനാടാ ഇവൻ? വരുൺ, ഹർഷ, മീറ്റ് മിസ്റ്റർ മിഥുൻ. ഹോ, നമ്മുടെ കോശി സാർ പറഞ്ഞ നിന്റെ ന്യൂ PS.
ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിഥുൻ. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് താനൊന്നും വിചാരിക്കരുത്. താൻ കോശി ഗ്രൂപ്പ്സിലെ സ്റ്റാഫ് അല്ലായിരുന്നോ? ഐ മീൻ കോശി സാറിൻ്റെ PS. പിന്നെ എന്ത് പറ്റി നാട്ടിലോട്ട് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ്? അത് പ്രത്യേകിച്ചൊന്നുമില്ല സർ. പ്രായമായപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം നാട്ടിലോട്ട് മാറണമെന്ന്. ഞാനും വിചാരിച്ചു അമ്മയുടെ ആഗ്രഹമല്ലേ, ദെൻ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഹോ ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. താൻ ഇറ്റ്സ് ഓക്കെ സർ, പ്രോബ്ലം ഒന്നുമില്ല. സോ മിഥുൻ, ലക്ഷ്യ ഗ്രൂപ്പും കോശിസ് ഗ്രൂപ്പും തമ്മിൽ അത്യാവശ്യം നല്ല ടൈപ്പിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോശി സാറുമായിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി നല്ല അറ്റാച്ച്മെൻറ്റുമാണ്. സോ അതുകൊണ്ടാണ് സാർ തന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും അന്വേഷിക്കാണ്ട് തനിക്ക് എൻ്റെ PS പോസ്റ്റ് തന്നത്. ഐ നോ സർ, കോശി സാർ അത്യാവശ്യം കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അവിടെ എങ്ങനെയാണോ സിൻസിയറായിട്ട് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ 100% ഇവിടെയും വർക്കിൽ കാണും. സോ സാർ അതും ഓർത്ത് വറിയിടാവേണ്ട ആവശ്യമില്ല. ഷേ, ഇതുപോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അമ്മ എന്തെടുക്കുക അവിടെ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്തോളാന്ന്. പിന്നെ എന്തിനാ? ഒന്നാമത് കൈ വയ്യ, അവിടെ വെച്ചേ, ഞാൻ ചെയ്തോളാം. ഞാനത് വെറുതെ ഒന്ന് അരിഞ്ഞു നോക്കിയതാ. അങ്ങനെ വെറുതെ ഇപ്പം അരിയണ്ട, അവിടെ വെച്ചേ. ഈ പെണ്ണ് സമ്മതിക്കത്തില്ല. കയ്യിൽ ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ. അല്ല, മിത്ര എന്തെടുക്കുക? അവൾക്ക് ഇന്നല്ലേ മറ്റേ സ്കൂളിലെ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അവൾ ആ പൂജാമുറിയിലുണ്ടെമ്മ. എൻ്റെ ഭഗവാനെ, ഈ ജോലി എനിക്ക് തന്നെ കിട്ടണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ വേണമെങ്കിൽ ഒരു 100 രൂപ കൈക്കൂലിയായിട്ടാ കാണിക്കലിട്ടേക്കാവേ. എന്തായാലും ആ ജോലി എനിക്ക് തന്നെ തരണേ ഭഗവാനെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓ, വന്ന് മോളിപ്പം ഭഗവാനും കൈക്കൂലി ഓഫർ ചെയ്യാൻ തുടങ്ങിയോ? കൈക്കൂലിയോ? ആര്? എപ്പം? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് കാണിക്കിടുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോവാന്ന് വിചാരിച്ചു. അതാ എനിക്കപ്പോഴേ തോന്നി നിന്റെ കാര്യം കാണാനല്ലാണ്ട് നീ ഇതിനകത്തോട്ട് കയറാറില്ലല്ലോ. ഓ പിന്നെ എന്തായാലും ടൈം ഒരുപാടായി. ഞാൻ ഇനി നിന്നാലേ ലേറ്റ് ആവും. അപ്പം പോയിട്ട് വന്ന് കാണാവേ. ബൈ, ടാറ്റ, ഉമ്മ. വെറുതെ ഇരുന്ന് ചിരിക്കാതെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ.